ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡെത്ത് ഗെയിം എന്ന കൊറിയൻ ഡ്രാമയാണ്. എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തെ കാണിക്കുന്നത് 7 വർഷം മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ്. ഹീറോ ആകട്ടെ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. ആ സമയത്ത് അവൻ അവളുടെ ഗേൾഫ്രണ്ടിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ഗേൾഫ്രണ്ട് ജിസു ആകട്ടെ അവന് നല്ല പോലെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹീറോ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കവേ അവനെ ഒരാൾ വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ ഒരു ആക്സിഡന്റ് ആയിട്ട് അവന്റെ മുന്നിൽ തന്നെ മരിച്ചു വീഴുന്ന ഒരു രംഗമാണ് അവൻ കാണുന്നത്. അങ്ങനെ ഒരു മരണം കൺമുന്നിൽ കണ്ടപ്പോൾ തന്നെ അവൻ ആകെ പരിഭ്രമിക്കുന്നു. ആ ഒരു ടെൻഷനോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയവനോ ആ ഒരു ജോലി കിട്ടിയതുമില്ല. പിന്നെയുള്ള സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകൻ ബാറിലും മറ്റ് ചെറിയ ചെറിയ ജോലികളും ചെയ്ത് ആകെ വിരസതയോടെ ജോലി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന നായകനെ. നമ്മുടെ നായകന് പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ ചെയ്ത് മടുത്തിരിക്കുകയാണ്. പെർമനന്റ് ആയിട്ട് ഒരു ജോബും കിട്ടുന്നില്ല. അവന്റെ കൂടെയുള്ള പലരുടെ കല്യാണവും കഴിഞ്ഞ് എല്ലാവരും നല്ല വെൽ സെറ്റിൽഡുമാണ്. അങ്ങനെ നമ്മുടെ നായകൻ അവന്റെ 7 വർഷങ്ങൾ തള്ളി നീക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഹീറോ ടേക്കാങ് എന്ന കമ്പനിയുടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അതും 7 വർഷത്തിന് ശേഷം. നല്ലപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് സന്തോഷമായി വരുന്ന നമ്മളുടെ നായകനെ അവന്റെ ഫ്രണ്ട് കോൾ ചെയ്യുകയാണ്. അവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ മുഴുവനും ലോസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കോൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോ അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പോകുമ്പോൾ അവൾ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. നീ ശരിക്കും പാർട്ട് ടൈം ജോബിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുകൊണ്ടാണ് നിനക്ക് ശരിക്കും നല്ലൊരു ജോബ് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവനാകട്ടെ ആ പൈസ വാങ്ങുന്നില്ല. അവളോട് പറയുന്നുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ആകാം, നിനക്ക് ഞാൻ ശരിക്കും ഒരു ശല്യമായി മാറുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു റിലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് അവൻ അവളോട് പറയുകയാണ്. ശരിക്കും അവനിത് അവൻ്റെ താല്പര്യപ്രകാരം പറഞ്ഞതായിരുന്നില്ല. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ എല്ലാ സാധനങ്ങളും അവൻ്റെ ലാൻഡ് ഓണർ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നതും അതിനോടൊപ്പം ഒരു കത്തുമാണ് അവൻ കാണുന്നത്. അവൻ വാടക അടയ്ക്കാത്തതിൻ്റെ പേരിൽ അവരവനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. കൂനുമെ കുരു എന്ന് പറഞ്ഞതുപോലെ അവന് ടേക്കാങ് കമ്പനിയിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. താങ്കൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നും റിജക്റ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ അവൻ വളരെയധികം മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്, മരിക്കാൻ ഇത്രയും പ്രയാസമില്ല എന്നും പറഞ്ഞ് അവൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ കണ്ണു തുറക്കുന്ന നമ്മുടെ ഹീറോ പെട്ടെന്നൊരു പുതിയൊരു സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. അവൻ കണ്ണാടിയിൽ അവൻ്റെ മുഖം നോക്കുമ്പോൾ ശരിക്കും അവൻ്റെ സോൾ ഷിഫ്റ്റ് ആയതുപോലെയാണ് അവന് തോന്നുന്നത്. മുഖം വേറൊരാളുടെയും ആത്മാവ് തൻ്റേതുമായി മാറിയിരിക്കുന്നു. എന്നാൽ അവൻ ചുറ്റും നോക്കുമ്പോൾ ഒരു ലേഡി അവൻ്റെ സമീപത്ത് ഇരിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അവളാവട്ടെ അവനോട് അവൻ തന്നെ എഴുതിയിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് അവന് വായിച്ച് കേൾപ്പിച്ചിട്ട് ആ ഒരു കത്ത് കത്തിച്ചു കളയുകയാണ് അവൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും നിൽക്കുന്ന സ്ഥലം ആകെ മാറി മറയുന്നു. അങ്ങനെ ആ ഒരു ലേഡിയോട് അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ കൊണ്ടുവന്നിരിക്കുന്നതിന് പിന്നുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തിരിക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതിനുള്ള ശിക്ഷയാണ് നിനക്കിനി തരാൻ പോകുന്നതെന്ന് ആ ഒരു ലേഡി അവനോട് പറയുകയാണ്. ഇനി നിനക്ക് കിട്ടുന്ന എല്ലാ ജന്മത്തിലും നിനക്ക് ഒരു പൂർണ്ണമായ മരണം ഉണ്ടാവില്ല. നീ മരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ എല്ലാ ജന്മത്തിലും ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുകൊണ്ടിരിക്കും. പക്ഷേ ലേഡി പറഞ്ഞ കാര്യങ്ങളൊന്നും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ലേഡി നമ്മുടെ ഹീറോനെ ഒരു കുഴിയിലോട്ടുള്ള സ്ഥലത്തേക്ക് ഉന്തിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിലാകട്ടെ ആ ഒരു വ്യക്തിക്ക്, സോൾ ഷിഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് ശരിക്കും അവൻ അനുഭവിച്ച വേദനകൾ ഇവനും അനുഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ലേഡി നമ്മുടെ ഹീറോനോട് പറയാണ്, നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ 12 ആൾക്കാരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നീ ജീവിക്കണം. അവരെല്ലാം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ അവരെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ് നിന്റെ ജോലിയെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആ ലേഡിയോട് പറയുന്നുണ്ട്, ഞാൻ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. ഇനിയും 12 ആൾക്കാരുടെ ശരീരത്തിൽ പോയിട്ട് ഞാൻ ജീവിക്കാനോ? നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ആ ലേഡി അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ലേഡി പോയതിനു ശേഷം ആ ഒരു ജെറ്റ് വിമാനം മെല്ലെ ഇളകുകയാണ്, അതായത് അതിൻ്റെ നിയന്ത്രണം വിടുന്നത് പോലെ. അപ്പം തന്നെ അവന് മനസ്സിലായിട്ട് അവന് സേഫ്റ്റി ജാക്കറ്റ് എടുത്തിട്ട് എല്ലാത്തിനും വേണ്ടി റെഡിയായിരിക്കും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ജെറ്റ് വിമാനം പൂർവ്വസ്ഥിതിയിലാവുന്നുണ്ട്. പൂർവ്വസ്ഥിതിയിലായ ജെറ്റ് വിമാനത്തിന്റെ ഉൾവശമെല്ലാം നമ്മുടെ നായകൻ മെല്ലെ ചെന്ന് നോക്കുകയാണ്. അതിന്റെ ഉൾവശമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന നായകന്റെ അടുത്തേക്ക് ഒരു സ്റ്റോൺ പോലത്തുള്ള ഒരു സാധനം വരികയാണ്. ആ ഒരു സ്റ്റോണിലൂടെയാണ് അവൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള ശരീരത്തിന്റെ ഉടമ ആരാണെന്ന്. ഈ ബോഡിയുടെ ഉടമയുടെ പേരാണ് ജിൻ ടേക്ക്. ഈ ഒരു വ്യക്തിയാകട്ടെ ടേക്കാങ് എന്ന വലിയൊരു കമ്പനിയിലെ ആളുടെ സെക്കൻഡ് മകനാണ്.
ചെറുപ്പം മുതലേ അനിയനും ചേട്ടനും നല്ല വഴക്കായിരിക്കും. കാരണം എല്ലാ കാര്യത്തിലും അനിയനാണ് ചേട്ടനേക്കാൾ നല്ലത് എന്ന് അച്ഛൻ ഏട്ടൻ്റെ മുന്നിൽ വെച്ച് അനിയനെ പുകഴ്ത്തുമ്പോൾ ചേട്ടനാവട്ടെ നല്ല ദേഷ്യം അനിയനോടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരുടെ അച്ഛൻ പറയുന്നുണ്ട് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അനിയൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ നായകന്, അതായത് ഈ ബോഡിയിലെ ഉള്ളിലുള്ള നായകന് ശരിക്കും മനസ്സിലാവുകയാണ് ഇവൻ്റെ ബോഡിയിൽ തന്നെ ഇരുന്നാൽ ശരിക്കും ഇവൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ എനിക്കായിരിക്കും, ഇനി ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട എന്ന് ആലോചിച്ച് അയാൾ എങ്ങനെ സുഖിച്ച ആ ഒരു ഫ്ലൈറ്റിലിരിക്കുകയാണ്. പക്ഷേ സമയം വളരെ വൈകിയിരുന്നു. കാരണം ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് അതിലേക്ക് തീ വ്യാപിച്ച് ആ ഒരു വ്യക്തി മരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നായകന് ആ ഒരു വ്യക്തിയുടെ മരണത്തിന്റെ ആ ഒരു വേദന ശരിക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വേദനയെല്ലാം സഹിച്ച് അവനവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ലേഡി വന്നിട്ട് പറയുന്നുണ്ട് ഇനി നിനക്ക് 11 വേദനകളും കൂടി സഹിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ ശരിക്കും അവളുടെ അടുത്തോട്ട് പോയി ചോദിക്കുന്നുണ്ട് കൂടുതൽ കാര്യം. അപ്പം നമ്മുടെ നായകൻ ചോദിക്കുന്നുണ്ട് ഞാൻ 12 പേരിൽ ആരെയും രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കുകയെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ശരിക്കും നീ രക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് നരകത്തിലോട്ടുള്ള വാതിൽ എപ്പോഴേ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് അവൾ പറയും. അങ്ങനെ നമ്മുടെ ആ ലേഡി അവന് ശരിക്കും നരകം കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് നരകത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെന്നൊക്കെ അവൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവന് ശരിക്കും പേടിയാവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ അവൾ ഒരു ഗണ്ണുമായിട്ട് അവനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ആ ജിൻ ടേക്കിന് എന്താ പറ്റിയെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ കാരണമാണ് ജിൻ ടേക്ക് മരിച്ചത്, നിനക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നീ ഇപ്പോഴും ജിൻ ടേക്കിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നേനെന്ന് അവൾ പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സ്റ്റോണ് നിൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു വ്യക്തികളുടെ ആത്മാവിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ആ ലേഡി പെട്ടെന്ന് തന്നെ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ പറന്ന് നിലത്തോട്ടേക്ക് വീഴുമ്പോൾ മറ്റൊരാളുടെ ശരീരത്തിലോട്ടേക്കാണ് ഇയാളുടെ സോൾ ഷിഫ്റ്റ് ആകുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ഭയങ്കര ഭയത്തിൽ പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സും അവൻ്റെ കൂടെ ചേരുന്നുണ്ട്. പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത് ഈ ഒരു ബോഡിയുടെ ഓണറിൻ്റെ കാര്യം. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ ചെറുപ്പത്തിലെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ വളരെയധികം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇയാളുടെ പേരിൽ കുറേ വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം ചെയ്യുന്ന അഡ്വഞ്ചർ എന്താണെന്ന് വെച്ചാൽ വളരെ ഫീറ്റ് ഉയരത്തിൽ നിന്നും യാതൊരു സേഫ്റ്റി കാര്യങ്ങളും ഇല്ലാതെ അയാൾ താഴോട്ടേക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇയാളുടെ സ്പോൺസർ ഇയാൾക്ക് നല്ല ഒരു തുക നൽകുകയുള്ളൂ. അങ്ങനെ അയാളുടെ സ്പോൺസർ കൊടുക്കുന്നതാണ് 3 ബില്യൺ വോണാണ് അയാൾക്ക് നൽകാൻ പോകുന്നത്. സോ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇയാളെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയുടെ ശരീരത്തിലോട്ടാണ് നമ്മളുടെ നായകൻ്റെ സോള് ഷിഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ നായകൻ മനസ്സിലായി ആ ഒരു നെറ്റിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ജയിക്കുമെന്ന്. പക്ഷേ നമ്മുടെ നായകനാകട്ടെ ആ നെറ്റ് നോക്കി യഥാർത്ഥ സ്ഥലത്ത് വീഴണമെന്ന ലക്ഷ്യത്തോടെ കൂടി ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ആ ഒരു നെറ്റും കടന്നു പോയിട്ട് അയാൾ പുറത്തേക്ക് വീണിട്ട് അയാളുടെ തലയെല്ലാം ചിതറി അയാൾ മരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ ഒരു വ്യക്തിയുടെ ദാരുണ അന്ത്യത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.